sweet smile. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമിറേറ്റ്സ് സൂ കാണാൻ പോവാണ് അബുദാബിയിലെ. നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തു. 55 ആണ് ഒരു അഡൾട്ടിന് വന്നത് കേട്ടോ, ഇൻക്ലൂഡഡ് 1 ഷോയും കൂടെ ആയിട്ട്. പിന്നെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നെ കയറിയ വഴി ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സൂല് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഫ്രീ ആയിട്ട് കിട്ടിയാൽ പിന്നെ കുടിക്കണല്ലോ. അടിപൊളി ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ വേഗം, ഞങ്ങൾക്ക് 5:30ക്കാണ് സീ ലൈൻ്റെ ഷോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. സൈഡിൽ കൂടെ ഒരു പുള്ളിക്കാരനൊക്കെ പോയി ഞങ്ങൾ മെയിൻ ചെയ്തില്ല ഗൈസ്. ഞങ്ങൾ 5:30 ആയിട്ടുണ്ടായിരുന്നു ടൈം. ഞങ്ങളപ്പോൾ വേഗം ആ സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു ഇവിടെയാണ് സീ ലൈൻ്റെ ഷോ നടക്കുന്നത്. പിന്നെ അവരുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേനും അതാ നമ്മുടെ ഹീറോ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. With his partner named Victoria. And come and say hi, Sea Lion. Your sweet smile. See, I told you he's very happy to meet you all. And they're using these flippers to swim through the water, just like. See, great job there, guys. പിന്നെ അവർ അതിനെപ്പറ്റി എല്ലാം പറഞ്ഞു തന്നിട്ട് A to Z കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ളത് പറഞ്ഞു തന്നു. അതിനെങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, എന്ത് ഫീഡാ കൊടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ ഒരു സല്യൂട്ടൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫീഡ് മേടിക്കാനായിരുന്നു കേട്ടോ. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആർക്ക് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതുപോലെ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാം. അറിയാം. ഹലോ, തൊല്ലി ക്ലീൻ ചെയ്യാൻ കേട്ടോ. അവന്റെ തൊല്ലി പോയി പോന്നു. ഓന്തല്ലത് കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സാധനം അങ്ങോട്ട് പോയി. അല്ല, ഇനി മറ്റേ ഇതിലെ പോലെ ഇനി നമ്മൾ ഇതിൽ നോക്കുമ്പോ എന്റെ തോളത്തിരിക്കണ്ടോ കേക്കോ പോയടാ കാണാൻ. കൂടുതൽ ആയുസ് കൂടുതലുള്ള ജീവിതം. കുറച്ച് ടച്ചിൽ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ വയറൊക്കെ എടുക്കും. പിന്നെ വയറൊക്കെ ഫുൾ ടൈം സാധനാടാ നീ. കുറച്ച് കഴിച്ചത് അടുത്തുള്ള കഴിക്കണ്ടേ. അതിന് വെച്ചു കൊടുത്താൽ എന്റെ തൊള്ളേക്ക് വെച്ചു കൊടുക്കുക, എന്നിട്ട് കാര്യമുള്ളൂ. ഭക്ഷണകാരത്തിന് എന്റെ സ്വഭാവം തന്നെ എല്ലാത്തിനും. മുള്ളൊന്നും വിടരുത്തോ? മുള്ള വിടത്തിറങ്ങി അവർക്ക് അറ്റാക്ക് വരണം. അറ്റാക്ക് ചെയ്ത് ഒറ്റപ്പെട്ടതിന് ലണ്ടൻ ഫ്രണ്ട്സാ അവിടുത്തെ മെയിൻ ആൾക്കാർ. ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കഫേകളുണ്ട് കേട്ടോ. ഇതൊക്കെ കഫേയാണ്. പിന്നെ പിള്ളേർക്ക് പറ്റിയ കുറെ ആക്ടിവിറ്റീസ്, പ്ലേ ഏരിയാസ്, റോപ്പ് വേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫീഡ് ചെയ്യിക്കാം. ഇത്രയ്ക്ക് അഗ്രസീവ് അല്ലാത്ത ഫ്രണ്ട്ലി ആയിട്ടുള്ള ജീവികളെയൊക്കെ അവര് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അവർക്കൊക്കെ ഫീഡ് കൊടുക്കും. അതിനെ കൊമ്പ് നോക്കിയാ പുറത്തേക്ക് ചാടും.
കൊടുക്കടേ അതിന്, കൊടുത്തോ അതിന്. എന്നെ കുറെ കഷ്ടപ്പെട്ട് നിൽക്കണത്, കൊടുക്കേനി കൊടുത്തോ. നാട്ടിൽ ആടിന്റെ പുല്ലൊന്നും കൊടുക്കാറില്ലേ? വയ്യ തിന്നിട്ട് വയ്യാണ്ടിരിക്കാൻ തോന്നുന്നു. ഉറങ്ങി കിടക്കണ അതിനെ വിളിച്ച് ഫുഡ് കൊടുക്കാൻ ഇത്ര അങ്ങനെ തന്നെയല്ലേ ഉറങ്ങി. ഫുഡ് ഫുഡ് നല്ല എനിക്കത്. സിനിമ നിന്നെ കണ്ടിട്ടാ വരണേ. അമ്മേ ഇത് പൊങ്ങി വരണോ? അങ്ങനെ ഒരാൾക്ക് കടിക്കാനുണ്ട്. ഒരെണ്ണം കൊടുത്തേ കൺഫ്യൂസ് ആണ്. എന്നാ കഴിഞ്ഞു. ഇങ്ങടെ താടി ഇങ്ങടെ പറഞ്ഞിട്ട് പിടിച്ചു വലിക്കണത് രണ്ട് ഒരേ മോന്ത. നീർനായ കുറുക്ക് കൂടും. നിന്റെ പിന്നെ ഇവിടെ സീ ലൈനിന്റെ ഷോ മാത്രമല്ല, എലഫന്റ് ഷോ ഉണ്ട്, ബേർഡ് ഷോ, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. നമ്മൾ സീ ലൈനിന്റെ മാത്രമേ കയറിയുള്ളൂ. അത് ടിക്കറ്റ് കൗണ്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാത്തിനും കാരണം എക്സ്ട്രാ പേ ചെയ്യാം. അങ്ങനെ നല്ല ഭംഗിയുണ്ട്, മുഖ ഭംഗി. കട്ടക്കടിച്ച് നിൽക്കുന്നു. ഇവനെല്ലാ മൃഗങ്ങൾക്കും പുല്ല് മേടിച്ചു കൊടുത്തു. പിന്നെ നല്ല രസമുണ്ടല്ലോ അതിനെ വെള്ളനെ. നൈറ്റ് ലൈറ്റ്സ് ഒക്കെ ഓൺ ആയപ്പോൾ തന്നെ അടിപൊളി വൈബായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇതൊരു ഫുഡ് കോർട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇതുപോലെ ഔട്ട്ഡോർ സെറ്റപ്പാണ്. ഫുഡൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് മേടിച്ച് അവിടെ വന്നിരുന്ന് കഴിക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. കിഡ്സിനൊക്കെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എനിക്ക് എനിമൽസ് ആയിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് കുറെ പ്ലേ ഏരിയാസ്, ആക്ടിവിറ്റീസ്, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഇവിടെ. ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കുള്ള കാടല്ല, അല്ലാണ്ട് നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണൂലേ അതുപോലത്തെ ഒരു കാടിനുള്ളിൽ വന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അവരുടെ അവിടുത്തെ സിറ്റിങ്സും കാര്യങ്ങളൊക്കെ അതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവരവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി ശരിക്കും നമ്മൾ ജംഗിൾ ബുക്കിലൊക്കെ കാണുന്ന പോലെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ഇങ്ങനെ ഒരു വാട്ടർഫോളും സൈഡിൽ ഇങ്ങനെ റോക്കൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കിഡ്സിനായാലും അഡൽസിനായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അത്രേ ഉള്ളൂ, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങളല്ല, അവൻ. ഞാനിവിടെ വെറുതെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലത ചേച്ചിയുടെ കിച്ചണിൽ വന്നിട്ട് ചായയും അയല പൊള്ളിച്ചതും കപ്പയും കൂടെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതോടുകൂടി ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.